രണ്ട് ബന്ദികളുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറി. റെഡ് ക്രോസ് മുഖാന്തിരമായിരുന്നു കൈമാറ്റം. 100-ലേറെ പേരെ കൂട്ടക്കൊല ചെയ്ത ശേഷവും ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരെ സന്ദർശിക്കാൻ അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘത്തെ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വ്യോമാക്രമണത്തിന് പിന്നാലെ വെടിനിർത്തൽ പുനരാരംഭിച്ചു എന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം. പക്ഷേ അതിനുശേഷവും ആക്രമണം നടക്കുകയാണോ? ആക്രമണം ഇടവിട്ട സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്നലെയും മിനിയാന്നുമായി നടന്ന ആക്രമണങ്ങളിലൂടെ 120-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ പകുതിയിലധികം പേരും കുട്ടികളും സ്ത്രീകളുമാണ്. എന്തായാലും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരർത്ഥത്തിലുള്ള വെടിനിർത്തൽ ലംഘനവും ഉണ്ടാകില്ല എന്ന് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് 125-ലധികം വെടിനിർത്തൽ ലംഘനങ്ങളാണ് ഈ ഒരു കുറഞ്ഞ കാലയളവിനുള്ളിൽ, ഒരു 20 ദിവസത്തിനുള്ളിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിസന്ധി തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഖത്തർ പ്രധാനമന്ത്രി അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ പൂർണ്ണ പിന്തുണ ഹമാസിന് വേണ്ടി നൽകിയിട്ടുണ്ട്. കാരണം പ്രതിസന്ധി തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ തടഞ്ഞു വെച്ചിരുന്ന മൃതദേഹ കൈമാറ്റം പുനരാരംഭിച്ചിരിക്കുന്നത്. 2 മൃതദേഹങ്ങളാണ് ബന്ദികളുടേത് ഇപ്പോൾ ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നത്. അത് ഫോറൻസിക് ലാബിലേക്ക് കൈമാറിയതായിട്ട് ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. 13-ൽ 2 മാറ്റി നിർത്തിയാൽ ഇനി 11 മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇതിനുവേണ്ടി കൂറ്റൻ ബുൾഡോസറുകളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കുകയാണെങ്കിൽ ആ മൃതദേഹ കൈമാറ്റവും എളുപ്പത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്ന ഒരു ഉറപ്പും ഹമാസ് നൽകിയിട്ടുണ്ട്. ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായിട്ടുള്ള പ്രതികരണം വരികയാണെങ്കിൽ ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കും. പക്ഷേ അതിനുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് ഇസ്രായേൽ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. ദിവ്യ, അതാണ് അതിശക്തമായ ആക്രമണം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്.